മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഉത്സാഹമോ മനുഷ്യന് വലിയ സമ്പത്താകുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല. സ്ഥിര ഉത്സാഹിക്ക് അമൂല്യമായ സമ്പത്തുണ്ടാകും. ഞാൻ മടിയൻ്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനൻ്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ കടന്നുപോയി. അവിടെ മുള്ള് പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതും അതിൻ്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. പ്രിയപ്പെട്ടവരെ, മടി നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കും. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത നാഴിക വരുന്നു. ഇപ്പോൾ നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. ഉത്സാഹമുള്ളവന് അമൂല്യമായ സമ്പത്തുണ്ടാകും. നീ ഒരു ഉത്സാഹിയാണ്. ഉത്സാഹം നിന്റെ അകത്തുണ്ട്. നീ അതിനെ ഒന്ന് ജ്വലിപ്പിച്ചാൽ മതി. നിന്നെ നശിപ്പിക്കുന്ന ഒന്ന് ഇന്ന് പകൽ നിന്നിലുണ്ടെങ്കിൽ ആ മടിയെ നീ അടിച്ചു വാരിക്കളയണം. നിന്റെ അകത്ത് ഉത്സാഹമുണ്ട്. അതിനെ ഒന്ന് ഊതി ഊതി ജ്വലിപ്പിക്കണം. അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് ഒരുവൻ മടിയന്റെ കണ്ടത്തിനരികെ പോയി എന്നാണ്. മടിയൻ എങ്ങനെയാണ് കണ്ടമുണ്ടായത്? പാരമ്പര്യമായി കൈമാറി വന്നതാകണം, അല്ലാതെ എവിടെ നിന്ന് കിട്ടാനാണ്? എന്നാൽ ഇന്ന് പകൽ അറിഞ്ഞുകൊള്ളുക, മടി നിനക്ക് സമ്മാനിക്കാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. മടിയന്റെ കണ്ടത്തിനരികെ ചെന്നവൻ കണ്ടത്, ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന്റെ അരികെ ചെന്നവൻ കണ്ടത്, അത് മുള്ള് പടർന്ന് പിടിച്ചിരിക്കുന്നതാണ്. തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതാണ്. അതിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതാണ്. മടി വലിയ നാശങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കും. അങ്ങനെ ആ മനുഷ്യൻ അവിടെ ഇരുന്നു. അത് നോക്കി ഒരു ബുക്കും പേനയും എടുത്ത് എഴുതി തുടങ്ങി. ഉപദേശം പ്രാപിച്ചു. കുറെ കൂടെ ഉറങ്ങിയാൽ, കുറേ സമയം കൈകെട്ടിക്കിടന്നാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. നീ വിലയേറിയവനും മാന്യനുമാണ്. നീ ഉത്സാഹിയാണ്. നിനക്കിനിയും ദീർഘദൂര യാത്രയുണ്ട്. നിന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. അവനെ ഇന്ന് പകൽ പുറത്തെടുക്കണം. ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കരുത്. നിന്നെ കണ്ടു വളരുന്ന മക്കൾ നിന്റെ വീട്ടിലുണ്ട്. നിന്നെ കണ്ട് വളരുന്ന ഒരു തലമുറ നിന്റെ ചുറ്റുമുണ്ട്. നിന്നെ വീക്ഷിക്കുന്ന ഒരു സമൂഹം നിന്റെ ചുറ്റുമുണ്ട്.
അവർ നിന്നെ കണ്ട് ശക്തിപ്പെടേണ്ടവരാണ്, നിന്നെ കണ്ട് മാതൃകയാക്കേണ്ടവരാണ്. നീ അനേകർക്കൊരു ചാർജിങ് സ്റ്റേഷനാണ്. നിന്റെ അകത്തതുണ്ട്. നീ ഒന്ന് ജ്വലിപ്പിച്ചാൽ മതി. നീ അനേകർക്കൊരു പ്രചോദനമാണ്. ഇന്ന് പകൽ നിന്റെ അകത്തെ മനുഷ്യനെ നീ ഒന്ന് ഉണർത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തകർക്കുന്നതിനെ കണ്ണു തുറന്ന് കാണുക, അടിച്ചുവാരി കളയുക, വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.